ആദ്യത്തെ മത്സരത്തിൽ 6, രണ്ടാമത്തെ മത്സരത്തിൽ 7, മൂന്നാമത്തെ മത്സരത്തിൽ 9. സഞ്ജു സാംസൺ CSKക്ക് ബാധ്യതയാകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. T20 ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആകുക, അതും വെറും 5 മത്സരങ്ങൾ കളിച്ചിട്ട് മാത്രം റെക്കോർഡ് നേട്ടമാണ്. ആ റെക്കോർഡിന്റെ വലിയ കോൺഫിഡൻസിൽ നിൽക്കുന്ന സഞ്ജു സാംസണ് മേൽ അത്രയധികം ആവേശമായിരുന്നു. റോർ 2026 എന്ന ചെന്നൈ സൂപ്പർ കിങ്സ് നടത്തിയ പരിപാടിയിൽ പോലും ധോണിയേക്കാൾ കൂടുതൽ ആവേശം സഞ്ജു സാംസന്റെ പേരിനുണ്ടായിരുന്നു. തള്ളുന്നതല്ല, സത്യമാണ്. സംശയമുള്ളവർ ആ വീഡിയോ പോയി കണ്ടാൽ മതി. അവിടെ നിന്നുകൊണ്ട് CSKയുടെ അത്രയധികം ഭാരങ്ങൾ സഞ്ജു സാംസൺ വെച്ച് പുലർത്തുമ്പോൾ ആദ്യത്തെ 3 മത്സരങ്ങളിൽ നിരാശയായിരുന്നു ഫലം. എന്താണ് ആദ്യത്തെ മത്സരത്തിൽ സംഭവിച്ചത്? നാൻഡ്രെ ബർഗറിന്റെ ഇൻ സ്വിംഗിംഗ് ബോൾ കൃത്യമായി ബീറ്റ് ആവുന്നു സഞ്ജു സാംസൺ. പന്തിന്റെ ലൈൻ അനുസരിച്ച് കളിക്കാൻ കഴിയാതെ ഓഫ് സ്റ്റമ്പിന്റെ ടോപ്പിൽ സഞ്ജു സാംസന്റെ ബെയിൽസ് തെറിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. രണ്ടാമത്തെ മത്സരത്തിൽ എന്താണ് സംഭവിക്കുന്നത്? രണ്ടാമത്തെ മത്സരത്തിൽ ജിതേഷ് ശർമ്മയ്ക്ക് വിക്കറ്റ് കീപ്പിംഗ് ക്യാച്ച് നൽകിക്കൊണ്ടാണ് സഞ്ജു സാംസൺ മടങ്ങുന്നത്. മൂന്നാമത്തെ മത്സരത്തിൽ ദേവദത്ത് പടിക്കലിന് സ്ലിപ്പിൽ ക്യാച്ച് കൊടുത്തുകൊണ്ട് സഞ്ജു സാംസൺ നടത്തുന്നു. സഞ്ജുവിൻ്റെ ഈ 3 മത്സരങ്ങൾ എടുത്ത് നോക്കിയാൽ പോലും സഞ്ജുവിൻ്റെ ഭാഗത്ത് നിന്നും ഒരു കോൺഫിഡൻസ് ഷോട്ട് പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പലരും വാദിക്കാം 3 മത്സരങ്ങളിലും ഓരോ ബൗണ്ടറി വീതം ഉണ്ടല്ലോ എന്നുള്ളത്. ആദ്യത്തെ മത്സരത്തിൽ ഒരു 4, രണ്ടാമത്തെ മത്സരത്തിൽ ഒരു 4, മൂന്നാമത്തെ മത്സരത്തിൽ ഒരു 6 ഉണ്ടെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വാദിക്കാം. വാദിക്കുന്നതിന് ഇവിടെ ഒരു പ്രശ്നവുമില്ല. പക്ഷേ സഞ്ജു സാംസണിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു മത്സരത്തിൽ ഒരു ബൗണ്ടറി എന്ന നിലയിലാണെങ്കിൽ ഓക്കെ, ഈ വാദം ഞാൻ അംഗീകരിച്ചു തരാം. പക്ഷേ ആ 3 ബൗണ്ടറികൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു തരത്തിലും കോൺഫിഡൻസ് ഇല്ലാത്ത, ഫുട് വർക്ക് ഒരു തരത്തിലും ഇല്ലാതിരുന്ന ഒരു പ്ലെയറാണ്. അവിടെയും നിങ്ങൾക്ക് വാദിക്കാം വീരേന്ദർ സെവാഗിന് എന്ത് ഫുട് വർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത്. വാദിക്കാൻ വേണ്ടി വാദിക്കാനാണെങ്കിൽ തർക്കിക്കാൻ തയ്യാറാകുന്നില്ല. പക്ഷേ ഒരു പ്ലെയർ ഓഫ് ഹിസ് ക്ലാസ് ആൻഡ് ക്വാളിറ്റി ഒരു ഫ്രാഞ്ചൈസിലേക്ക് വരുമ്പോഴേക്കും 18 കോടി രൂപ മുടക്കി ചിലവാക്കിക്കൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുവരുമ്പോഴേക്കും അയാളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നതല്ല, CSK പ്രത്യേകിച്ച് എക്സ്പെക്ട് ചെയ്യുന്നതല്ല. കഴിഞ്ഞ സീസണിൽ CSKക്ക് ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പവർ പ്ലേസിൽ CSKക്ക് മാക്സിമം റൺസ് യൂസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നതുകൊണ്ടാണ്. മാത്രമല്ല അതോടൊപ്പം തന്നെ CSKയുടെ ഫ്യൂച്ചർ എന്താകുമെന്നൊരു ചോദ്യവും കൂടി ഉണ്ടായിരുന്നു. ഈ 2 ചോദ്യങ്ങൾക്ക് ഒരൊറ്റ ഉത്തരം എന്ന രീതിയിലാണ് സഞ്ജു സാംസൺ CSK കൊണ്ടുവരുന്നത്. ആ CSK കൊണ്ടുവന്നിട്ട് എന്താ ചെയ്യുന്നത്? രവീന്ദ്ര ജഡേജയും സാം കർണെ പോലുള്ള നിർണായകമായ CSKക്ക് വേണ്ടി ഇത്രയും നാളുകൾ ഗംഭീരമായി പെർഫോം ചെയ്തുകൊണ്ടിരുന്ന 2 പേര് രാജസ്ഥാനിലേക്ക് ട്രേഡ് ചെയ്തതിനു ശേഷമാണ് സഞ്ജു സാംസൺ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. സോ ദ പ്ലാൻ ഇസ് ക്ലിയർ. CSK ലക്ഷ്യം വയ്ക്കുന്നത് ഓപ്പണിംഗ് സ്ലോട്ടിൽ ഒരു ഗംഭീരമായ പ്ലെയർ, രണ്ടാമത്തത് CSKയുടെ ഫ്യൂച്ചർ എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ്. ആ 2 ചോദ്യങ്ങൾക്ക് ഒറ്റ ഉത്തരം എന്ന രീതിയിലാണ് സഞ്ജു സാംസൺ ടീമിലേക്ക് കൊണ്ടുവരുന്നത്. എന്നിട്ടൊന്നും സംഭവിക്കുന്നു? ആദ്യത്തെ 3 മത്സരങ്ങൾ കൊണ്ട് നിങ്ങൾ വിലയിരുത്താൻ തയ്യാറാവുന്നുണ്ടോ? അടുത്ത 3 മത്സരങ്ങളിൽ സഞ്ജു തിളങ്ങിയാൽ നിങ്ങൾ ഇതേ വാക്കുകൾ നിഷേധിക്കില്ലേ എന്ന് ചോദിച്ചാൽ നിഷേധിക്കില്ല. കാരണം ഈ ആദ്യത്തെ 3 മത്സരങ്ങളിൽ പോലും സഞ്ജുവിൻ്റെ മത്സരം അതനുസരിച്ചുള്ള മാത്രമാണ് നമ്മൾ സംസാരിക്കുകയും ചെയ്യുന്നത്. സഞ്ജുവിൻ്റെ കോൺഫിഡൻസ് ഇവിടെ പോയി എന്നൊരു ചോദ്യമുണ്ട്. ടീമിൽ നിർണായകമായ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഘട്ടത്തിൽ സഞ്ജു സാംസൺ ഫ്രെയിമിൽ പോലും ഇല്ലാത്തത് എന്തുകൊണ്ടെന്നുള്ള രണ്ടാമത്തെ ചോദ്യമുണ്ട്. മാനേജ്മെന്റുമായിട്ട് സഞ്ജു സാംസൺ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള മൂന്നാമത്തെ ചോദ്യമുണ്ട്. ഇങ്ങനെ ചോദ്യങ്ങൾ നിരനിരയായി നിൽക്കുകയാണ്. ഋതുരാജ് ഗെയ്ക്വാഡ്, സഞ്ജു സാംസൺ എന്ന കോമ്പിനേഷന് വേണ്ടി മാത്രമായിട്ട് CSK ചിലവാക്കുന്നത് 36 കോടി രൂപയാണ്. എങ്ങനെ 36 കോടി രൂപ? ഓരോ പ്ലെയേഴ്സിനും 18 കോടി വെച്ച്. അങ്ങനെയുള്ള ഒരു 36 കോടി രൂപയാണ് ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് CSK ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് തകരുന്ന കാഴ്ചയാണോ ഉണ്ടാകുന്നതെന്നുള്ള വളരെ നിർണായകമായ ഒരു ചോദ്യമാണ്. ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ ക്യാപ്റ്റൻസിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊരു ചോദ്യം കൂടെ നിൽക്കുന്നുണ്ട്. സഞ്ജു സാംസൺ എന്ന പ്ലെയർ പുതിയ ഫ്രാഞ്ചൈസിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിൽ എന്താണ് പ്രശ്നം? പേടിച്ച് വിറച്ച് എന്തിനാണ് അയാൾ ബാറ്റ് ചെയ്യുന്നതെന്നൊരു ചോദ്യവും കൂടിയുണ്ട്. പ്രഷറാണോ? 18 കോടിയുടെ പ്രഷർ നിൽക്കുകയാണോ? ഫാൻസിൻ്റെ ആരവം ഒരു പ്രഷറാണോ? നേരെ ചൊവ്വേ കളിക്കാൻ കഴിയാത്തത് അതൊരു ബാധ്യതയാണോ? ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അത് ഒരു മത്സരത്തിന് ശേഷം വിലയിരുത്തുന്നതല്ല, 3 മത്സരങ്ങളായി വിലയിരുത്താം. ആ 3 മത്സരങ്ങളുടെയും വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സഞ്ജു സാംസൺ എന്ന പ്ലെയറിന് എന്താണ് നിലവിൽ സംഭവിക്കുന്നത്. മെൻ്റലി പ്രശ്നമുണ്ടോ എന്നൊരു ചോദ്യം, ഫിസിക്കലി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊരു ചോദ്യം. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുടെ മുൾമുനയിൽ നിൽക്കുകയാണ് സഞ്ജു സാംസൺ. പക്ഷേ നമ്മളിവിടെ ഭയപ്പെടേണ്ട, ഇന്ത്യൻ ടീം പോലെയൊന്നുമല്ല. സഞ്ജു സാംസൺ 3 മത്സരം കളിച്ചില്ല എന്ന് വെച്ചാൽ CSKയിൽ നിന്ന് സഞ്ജുവിനെ മാറ്റാനൊന്നും പോകുന്നില്ല. അങ്ങനെയുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അങ്ങനെ മാറ്റിക്കളയാൻ കഴിയുന്ന ഒരു പ്ലെയർ അല്ല സഞ്ജു സാംസൺ എന്ന് CSK മാനേജ്മെൻറ്റിന് നന്നായിട്ട് അറിയാം. അയാൾ മുഴുവൻ സമയം ബാക്ക് ചെയ്യും, അതിനകത്തൊരു തർക്കമൊന്നുമില്ല. CSKക്ക് മുഴുവൻ സമയം ബാക്ക് ചെയ്യാൻ വേണ്ടി ഒരു പ്ലെയറായിട്ട് തന്നെയാണ് സഞ്ജു നിൽക്കുന്നത്. പക്ഷേ ആ ബാക്കിംഗ് നിൽക്കുമ്പോൾ സാധാരണ ഒരു പ്ലെയറിന് എവിടെയാണ് കോൺഫിഡൻസ് ഇല്ലായ്മ വരുന്നത്? ഞാൻ ഇന്നത്തെ മത്സരത്തിൽ കളിച്ചില്ലെങ്കിൽ അയ്യോ അടുത്ത മത്സരം തൊട്ട് ഞാൻ ഉണ്ടാവില്ലേ എന്നുള്ള തോന്നലിൽ നിന്ന് ചിലപ്പോൾ ചില പിഴവുകൾ സംഭവിക്കാം. ഇവിടെ ഒരു മാനേജ്മെൻറ്റ് നീ മൊത്തം മത്സരങ്ങൾ കളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കി വിടുന്ന ഒരു പ്ലെയറിന് എവിടെയാണ് കോൺഫിഡൻസ് ഇല്ലായ്മ വരുന്നത്? അതും ഇത്രയും ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു താരത്തിന് ഒരു കുറച്ച് പേര് ചിയർ ചെയ്യുമ്പോൾ മാത്രം കോൺഫിഡൻസ് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയുന്നൊരു കാര്യമല്ലല്ലോ. സോ എന്താണ് സഞ്ജുവിന് സംഭവിക്കുന്നത്? എവിടെയാണ് സഞ്ജുവിന് തെറ്റുന്നത് എന്നൊരു നിർണായകമായ ചോദ്യമുണ്ട്. അവർക്ക് 3 മത്സരങ്ങളിൽ നിന്ന് ഒരു ഡബിൾ ഡിജിറ്റ് ഫിഗറിലേക്ക് പോലും സഞ്ജു എത്തിയിട്ടില്ല എന്നത് വളരെ നിരാശകരമായിട്ടൊരു കാര്യം തന്നെയാണ്. അതും ദ മാൻ ഹീ ഈസ് ഇൻ, ദ ഫോം ഹീ ഈസ് ഇൻ, ദ ക്ലാസ് ഹി ഹാസ്,
ലാസ്റ്റ് 3 ഇന്നിങ്സ് ആലോചിച്ച് നോക്കുക വേൾഡ് കപ്പിലെ. ഇതെല്ലാം വെച്ചിട്ട് ഒരു ടീമിനെ തന്നെ ജയിപ്പിച്ച് കൊണ്ടുവിട്ട മുതലാണ് ഇപ്പോൾ ഇവിടെ കിടന്ന് താളം തുള്ളുന്നതെന്ന് കൂടി ആലോചിക്കുമ്പോൾ നിരാശയാണ് ഉണ്ടാകുന്നത്, വിഷമമാണ് ഉണ്ടാകുന്നത്, ഭയമാണ് ഉണ്ടാകുന്നത്. കാരണം അതുകൊണ്ടാണ് സഞ്ജുവിനൊരു സ്ഥിരതയില്ല, ഒരു കൺസിസ്റ്റൻസി ഇല്ല എന്ന് പലരും വിലയിരുത്തുന്നത്. ഒരു ഭാഗത്ത് ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും തിളങ്ങുന്നില്ല എന്നത് കൊണ്ട് നമ്മൾ അവർ തിളങ്ങുന്നില്ലല്ലോ അതുകൊണ്ട് സഞ്ജുവിന് മാത്രം നിങ്ങൾ കുറ്റം പറയില്ല. അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും പ്രശ്നങ്ങളുണ്ട്, അതും സംസാരിക്കുക തന്നെ ചെയ്യും, ഒരു തർക്കമില്ല കാര്യത്തിൽ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സഞ്ജുവിനെ ഒരുപാട് എക്സ്പെക്റ്റേഷൻസോട് കൂടി കൊണ്ടാണ് CSK കൊണ്ടുവന്നത്. അവിടെ ആ മാനേജ്മെൻറ്റ് പിഴയുമ്പോഴേക്കും മൊത്തത്തിൽ ആ ടീമിനെ ബാധിക്കുന്നുണ്ട്. ഓപ്പണിംഗ് കൂട്ടുകെട്ട് ശരിയായില്ലെങ്കിൽ, ഫൗണ്ടേഷൻ ശരിയായില്ലെങ്കിൽ ടീമിനെ അപ്പാടെ ബാധിക്കുന്നതും നമ്മൾ CSKയിൽ മുഴുവനായിട്ട് കാണുന്നുണ്ട് കഴിഞ്ഞ 3 മത്സരങ്ങളിലായിട്ട് തന്നെ. ബൗളിങ്ങിൽ എല്ലാത്തെയും വേറെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ സഞ്ജുവിൻ്റെ ഇൻപുട്ട് അത് ഒരുപാട് CSK എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് വന്നേ മതിയാവുകയുള്ളൂ. വന്നില്ലെങ്കിൽ CSKയ്ക്ക് തന്നെ പ്രശ്നം ഉണ്ടാവും, വേറെ കാര്യമൊന്നുമില്ല. ധോണിയുടെ എൻട്രി ഇനി എപ്പോഴാണെന്ന് അറിയില്ല. ബ്രെവിസിനി അടുത്ത മത്സരത്തിലെങ്കിലും ഫിറ്റ് ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഇപ്പോഴും ഒരു കോമ്പിനേഷൻ ശരിയാവാതെ നിൽക്കുന്ന CSK ആണ് നമ്മൾ കാണുന്നത്. കുഴപ്പമില്ല, അത് 5 മത്സരങ്ങൾ വരെ ഇങ്ങനെ പോയാലും കുഴപ്പമില്ല. പക്ഷേ ഒരു കോമ്പിനേഷൻ അത്യാവശ്യമാണ് CSKയ്ക്ക്, അത് കൊണ്ടുവന്നേ മതിയാവും. ആ കോമ്പിനേഷൻ ശരിയായില്ലെങ്കിൽ CSKയ്ക്ക് നമ്മളോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഈ സീസണും കഴിഞ്ഞ സീസൺ എങ്ങനെയാണോ പോയത് അതുപോലെ തന്നെ പോകേണ്ടി വരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.